വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. പത്താം തരം മെയിൻ പരീക്ഷ കേട്ടോ. അത് ബീവറേജസ് കോർപ്പറേഷന്റെ നടന്നിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളോ. കേരളത്തിലെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? അതായത് കേരളത്തിലെ സ്കൂളുകളെ എന്താക്കി മാറ്റാണ്? മികവിന്റെ കേന്ദ്രങ്ങൾ കേട്ടോ. കേരളത്തിലെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. എന്താണ്? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് സ്ഥാപനം. ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഈ സ്ഥാപനമാണ് എന്താണ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളെ എങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുക എന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം. അപ്പൊ കേരളത്തിലെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേരെന്താ? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് ആലുവ താലൂക്കിലെ തുരുത്തിലാണ്. പറവൂർ താലൂക്കിലെ പള്ളം തുരുത്ത്, ചെറുതുരുത്ത്, ഗോതുരുത്ത്, ആലുവ താലൂക്കിലെ തുരുത്ത്. അതാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സീഡ് ഫാം എവിടെയാണ്? ആലുവ താലൂക്കിലെ തുരുത്താണ്. ഇനി അടുത്ത നിങ്ങൾക്ക് അറിയുന്നതാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? PT ഉഷയാണ്. ഇനി ലോകത്തിലെ താളിയോല മ്യൂസിയം എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ഇനി അടുത്തത് മില്ലറ്റ് വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ UNO പ്രഖ്യാപിച്ചത് ഏത് വർഷത്തെയാണ്? 2023. മില്ലറ്റ് വർഷമായി UNO പ്രഖ്യാപിച്ചത് എന്തിനെയാണ്? 2023നെയാണ്. ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. ഇനി അടുത്തത് എന്താ പറഞ്ഞ? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആലുവ താലൂക്കിലെ തുരുത്തിലാണ്. കേരളത്തിലെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അപ്പൊ കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കി. ആലുവ താലൂക്കിലെ തുരുത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീഡ് ഫാം. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. കേരളത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം. ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് 2023. അടുത്ത ചോദ്യം, കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഏതാണ്? അതായത് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? എന്താണ് പദ്ധതിയുടെ പേര്? അനുയാത്ര. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? അനുയാത്ര. ഇനി ഇന്ത്യയിലെ
ആദ്യത്തെ ഭരണഘടന, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന സാക്ഷര ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷര ജില്ല ഏതാണ്? കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷര ജില്ല ഏതാണ്? സാക്ഷര ജില്ല ഏതാണ്? കൊല്ലമാണ്. ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റാൻ കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? അനുയാത്ര എന്നാണ്. ഇനി അടുത്തത് ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം. അടുത്തൊരു സ്റ്റേഡിയത്തിന്റെ പേരാണ് ഫിറോസ് ഷാ കോട്ട്ല. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ഏത് പേരിലാണ്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. അപ്പോ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിന്റെ പുതിയ പേരെന്താണ്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാണ്. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിന്റെ പുതിയ പേരെന്താണ്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാണ്. പാമ്പുകളുടെ സംരക്ഷണാർത്ഥം, പാമ്പുകളുടെ സംരക്ഷണത്തിനായിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊബൈൽ ആപ്പ് ഏതാണ്? പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊബൈൽ ആപ്പിന്റെ പേര് സർപ്പ ആപ്പ് എന്നാണ്. എന്താണ് ആപ്പിന്റെ പേര്? സർപ്പ ആപ്പ് എന്നാണ്. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസിൽ നിന്ന്. പാമ്പുകളുടെ സംരക്ഷണാർത്ഥം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊബൈൽ ആപ്പ് സർപ്പ ആപ്പ്. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിന്റെ പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷര ജില്ല കൊല്ലം. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതി അനുയാത്ര ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറാനുള്ള പദ്ധതി. കൊല്ലം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന്റെ പഴയ പേര് ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം. സർപ്പ ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? പാമ്പുകളെ സംരക്ഷിക്കാനുള്ള കേരള വനം വകുപ്പിന്റെ മൊബൈൽ ആപ്പ്. ഫ്രാൻസിൽ നിന്നാണ് റഫേൽ യുദ്ധവിമാനം ആര് വാങ്ങിയത്? ഇന്ത്യ വാങ്ങിയത്. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങി റഫേൽ യുദ്ധവിമാനം. ഇനി ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേൺസ് ഇൻഡെക്സ് ആരംഭിച്ചത്? ഇന്ത്യയില് എന്താണ്? ഡിസ്ട്രിക്ട് ഗുഡ് ഗവേൺസ് ഇൻഡെക്സ്. ഡിസ്ട്രിക്ട് ഗുഡ് ഗവേൺസ് ഇൻഡെക്സ്. അപ്പൊ ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേൺസ് ഇൻഡെക്സ് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലാണ്. അപ്പൊ നമ്മൾ ഇത് എന്താന്ന് മനസ്സിലാക്കണം. അതായത് എന്താണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേൺസിന്റെ പ്രധാനം? രാജ്യത്ത്, അതായത് ജില്ലാ തലത്തിലുള്ള വിവിധ ഭരണ ഇടപെടലുകളുടെ സ്വാധീനം തിരിച്ചറിയാൻ ജില്ലാ സദ്ഭരണ സൂചിക എന്ന് പറയുന്ന സൂചിക ഉപയോഗിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത്? രാജ്യത്തെ എല്ലാ ജില്ലയിലും നല്ല ഭരണം കാഴ്ചവെക്കാനുള്ള മത്സരം നടക്കും. അപ്പൊ നല്ല എന്താ പറയണ, നല്ല റെക്കോർഡ് ഒക്കെ, അതായത് നല്ല ജില്ല എന്നുള്ള, ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച ജില്ല എന്നുള്ള ഒരു പേര് കിട്ടുമ്പോൾ എല്ലാ ജില്ലകളും തമ്മിൽ എന്താണ്? ഒരു മത്സരം ഉണ്ടാവും. ഞങ്ങൾക്ക് നല്ലതാവണമെന്ന്. അപ്പൊ അങ്ങനെ ആദ്യം തുടങ്ങിയത് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേൺസ് ഇൻഡെക്സ് ആദ്യം ആരംഭിച്ചത് ഇന്ത്യയിൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കായിക്കോട്ടെ അതുപോലെ തന്നെ കുട്ടികൾക്കായിക്കോട്ടെ, നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് വേണം? സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് വിളിക്കുന്ന പേര് എൻ്റെ കൂട് എന്നാണ്. അപ്പൊ നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേര് എൻ്റെ കൂട് എന്നാണ്. ഇനി അടുത്തത് നമ്മുടെ ഗവൺമെന്റ് ജോലിക്കാര്, സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ മാത്രമല്ല പെൻഷൻകാർക്കും പെൻഷൻകാർക്കുമുള്ള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്?
എന്താണ്? ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് അതിന്റെ പേര്? മെഡിസെപ്പ് എന്നാണ്. അപ്പൊ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്താണ്? മെഡിസെപ്പ് എന്നാണ്. എന്താണ്? മെഡിസെപ്പ് ആണ്. അടുത്തത് കാർസാപ്പ്. എന്താണ്? കാർസാപ്പ് അതായത് കേരള ആന്റി മൈക്രോബയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ, കാർസാപ്പ് എന്നാണ്. ഈ കാർസാപ്പ് ഒരു കർമ്മ പദ്ധതിയാണ്. കാർസാപ്പ് എന്ന് പറയുന്ന കർമ്മ പദ്ധതി എന്നാണ് നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? 2018 ഒക്ടോബർ മാസത്തിലാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഞാൻ ഇന്നാള് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടുതൽ വരികയാണെങ്കിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് കേട്ടോ, അവർ നമ്മളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് നമുക്ക് ഈ ആന്റിബയോട്ടിക് ഒക്കെ ഉള്ള എന്താ പറയുന്നത്, അത് ആന്റിബയോട്ടിക് മരുന്നുകൾ ആവശ്യമില്ലാണ്ട് കഴിച്ചാൽ അതിന്റെ അമിത ഉപയോഗം, അല്ലെങ്കിൽ അത് കഴിച്ച് മുഴുവനാക്കാണ്ടിരുന്നാൽ, അതായത് കുറച്ച് നാൾ കഴിക്കും, ഒരു 5 ദിവസത്തെ കോഴ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസം കഴിക്കും, കുറയുമ്പോൾ പിന്നെ കഴിക്കില്ല. പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ് ബോക്സിലിടും. അത് അങ്ങനെ ഭൂമിയിൽ വന്നാലുള്ള അങ്ങനെ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡോക്ടർമാരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി തുടങ്ങിക്കാണ്, അതാണ് കാർസാപ്പ്. അപ്പൊ ആ കർമ്മ പദ്ധതി നാടിനെ എന്നാണ് സമർപ്പിച്ചത് എന്നാണ് പറയുന്നത്? 2018 ഒക്ടോബറിൽ. ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആന്റിബയോട്ടിക് അടക്കമുള്ള ആന്റി മൈക്രോബയോൾസിന്റെ അമിതവും തെറ്റായതുമായിട്ടുള്ള ഉപയോഗം മൂലം ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി ലോകാരോഗ്യ സംഘടന നടത്തുന്ന ആഗോള പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടത്തുന്നുണ്ട്. NAP, കേന്ദ്ര സർക്കാർ NAP AMR എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാർ 2017 തുടങ്ങിയത്. അപ്പോൾ അത് ആരാണ് തുടങ്ങിയത്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തുടങ്ങിയതാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തുടങ്ങിയതാണ് ഈ പദ്ധതി. ഇതിന്റെ ഭാഗമായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ്, കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ്, കേരള സർക്കാരിന്റെ കർമ്മ പദ്ധതിയുടെ പേരാണ് എന്ത്? കാർസാപ്പ് എന്ന് പറഞ്ഞ. അപ്പോൾ ആന്റിബയോട്ടിക് അടക്കമുള്ള മൈക്രോബയോൾസിന്റെ അമിത ഉപയോഗത്തെ കുറിച്ച് എന്താ പറയുന്നത്, ആൾക്കാരിൽ പറഞ്ഞു മനസ്സിലാക്കാൻ WHO നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ട് ഇന്ത്യയിലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം NAP AMR എന്ന് പറയുന്ന സംഭവം ആരംഭിച്ചു. എന്താണ് NAP ട്ടോ? NAP AMR, ഇതാണ് ആ പ്രോജക്റ്റ്. അപ്പൊ ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്ന് ആരംഭിച്ചു? 2017 ആരംഭിച്ചു. അതിന്റെ പരിണിത ഫലമായിട്ട് കേന്ദ്ര സർക്കാർ കേരള ഗവൺമെന്റ് ആണ് കാർസാപ്പ് എന്ന് പറയുന്നത്. കേരള ഗവൺമെന്റ് ആരംഭിച്ചതാണ് എന്ത്? കാർസാപ്പ് എന്ന് പറയുന്ന പരിപാടി. ഇനി വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും അതുപോലെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടുകൂടി കേരള പോലീസ്, ആരാണ്? കേരള പോലീസ്, കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന്, എന്താണ്? കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ, കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കൂട്ട്. ഇതാണ് പദ്ധതിയുടെ പേര്. KOOTU, കൂട്ട് എന്നാണ് പേര്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി കൂട്ട്. അതുപോലെ തന്നെ കാർസാപ്പ് എന്ന് പറയുന്ന കർമ്മ പദ്ധതി കേരള ഗവൺമെന്റ് നാടിന് സമർപ്പിച്ചത് 2018 ഒക്ടോബറിൽ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. നഗരത്തിലെത്തുന്ന സ്ത്രീകളെയും കുട്ടികൾക്കും സുരക്ഷിത താമസം ഒരുക്കാനുള്ള പദ്ധതി എന്റെ കൂടെ. ഡിസ്ട്രിക്ട് ഗുഡ് ഗവേൺസ് ഇൻഡെക്സ് ആരംഭിച്ചത് ജമ്മു കാശ്മീരിൽ. അപ്പൊ ജമ്മു കാശ്മീരിൽ ഡിസ്ട്രിക്ട് ഗുഡ് ഗവേൺസ് ഇൻഡെക്സ് ആരംഭിച്ചു അല്ലെ. നഗരങ്ങളിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് അവർക്ക് സുരക്ഷിതത്വത്തിനായിട്ട് എന്റെ കൂട് പദ്ധതി. മെഡിസെപ്പ് എന്താ? ആരോഗ്യ ഇൻഷുറൻസ് ആണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ളത്. കാർസാപ്പ് കർമ്മ പദ്ധതി ആരംഭിച്ച്? കേരള ഗവൺമെന്റ് ആരംഭിച്ച വർഷം 2018 ഒക്ടോബറില്. കൂട്ടുപദ്ധതി എന്ന് ആരംഭിച്ച് കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട് അവര് തുടങ്ങിയതാണ്. എന്തിനാണ്? കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ.
ഭംഗിയായിട്ട് അന്നാന്ന് എടുക്കണ കറണ്ട് അഫയേഴ്സ് പഠിച്ചു. അപ്പോൾ എന്നോടൊരു കുട്ടി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മള് മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി ഇടുമ്പോൾ പിന്നെ മന്ത്ലിയുടെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, പിന്നെ അത് റിപ്പീറ്റേഷൻ വരില്ലേ, അതുകൊണ്ടാണ് മന്ത്ലി ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് കൊടുക്കുക. അത് ഡെയിലി ഒന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ, പിന്നെ അതന്നെ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ കേട്ടോ. അപ്പോൾ ഡെയിലി വരുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇപ്പോൾ 2023 നമ്മൾ 23 മെയ്യില് തൊട്ട് 2025 മെയ് വരെയുള്ള ഏകദേശം കുറേ ക്വസ്റ്റ്യൻ പേപ്പർ, അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 2025 വന്നിട്ട് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലത്തെയും കൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.